ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പക്കറിയുമായിട്ടാണ്. കപ്പക്കറിയും നല്ല നെയ്മീൻ കറിയും, തേങ്ങ അരച്ച നെയ്മീൻ കറിയും. അന്നേരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു 2 കിലോ കപ്പ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എൻ്റെ കൈയൊക്കെ പോയെന്നേന്ന്. ഒരു നല്ല പിച്ചാത്തിയൊന്നും ഇല്ലായിരുന്നു, ഒരു ഉളപ്പിച്ചാത്തിയായിരുന്നു. അത് വെച്ചൊക്കെ ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണമായിട്ട് ആദ്യം മുറിച്ചെടുക്കണം. വലിയ കഷ്ണമായിട്ട് തിന്നാൻ പറ്റിയല്ലോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് സാധാ വേവിക്കാനായിട്ട് ഇപ്പം ഗ്യാസിൻ്റെ ക്ഷാമം കാരണം കുക്കറിയിട്ട് തന്നെ വേവിക്കാമെന്ന് ഓർത്ത്. എന്നിട്ട് പകുതി വെള്ളവും ഒഴിച്ച്, മുഴുവൻ വെള്ളം ഒഴിക്കണം കേട്ടോ, പകുതി വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് നന്നായിട്ട് ചറഞ്ചും പിറഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഇളക്കി മതിയായെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കരിവേപ്പില പച്ചമുളക് ഇടുന്ന കാര്യം മറന്നുപോയി. ഓടിച്ചെന്ന് ഫ്രിഡ്ജിൽ ചെന്ന് ഞാൻ കരിവേപ്പിലയും പച്ചമുളകും കൊണ്ടുവന്ന് അതും കൂടി ഇട്ട് അങ്ങോട്ട് ചറിഞ്ഞം പിഴിഞ്ഞം ഇളക്കിയതിന് ശേഷം കൈ കൊണ്ടായിട്ടാ പച്ചമുളകൊക്കെ ഒടിച്ചത്. ഭയങ്കര നേർച്ചയായിരുന്നു. ആ പച്ചമുളകിനാണ് ഒടുക്കത്തെ എരിവായിരുന്നു. കൈ നന്നായിട്ട് പോഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് വേകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്, ഒരു പിസിൽ വന്നൊരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ മെന്തട നമ്മുടെ കപ്പ. അത് തിന്നാലും നല്ല രുചിയുള്ള വെണ്ണ പോലത്തെ കപ്പ, നന്നായിട്ട് വെന്ത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തത്, അതിനെ അങ്ങോട്ട് കുത്തി അടയ്ക്കണം. വെള്ളം കുറവായി പോയെന്നേ. ഞാൻ അരക്കപ്പ് വെള്ളമല്ലേ ഒഴിച്ചോളായിരുന്നു, പക്ഷെ വേഗം മതിയായിരുന്നു. പിന്നെ തേങ്ങ ഇത്തിരി ചിരവിയെടുത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലോട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ തേങ്ങയിൽ അതൊന്നും അരയ്ക്കാഞ്ഞത്. പിന്നെ അടുത്തത് എല്ലാവരും കാണിക്കുന്നത് താളിക്ക പരിപാടി. അതാണ് ഏറ്റവും സിമ്പിൾ. ഒത്തിരി വെള്ളം ഒഴിച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കുറച്ച് എല്ലാവരും അവർക്ക് ഈ പെണ്ണുമ്പിളൊക്കെ എന്താണ് സവോളയേ ഉള്ളൂന്ന്. സവോളയെ കിട്ടിയുള്ളൂ കേട്ടോ, ചുവന്നുള്ളി ഇല്ലായിരുന്നു. സവോളയും കുറച്ച് കരിവേപ്പില ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചറിഞ്ഞം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് അത് നമ്മുടെ കപ്പയിലോട്ട് എടുത്തിട്ട് കപ്പ ബിരിയാണി റെഡി മണിയായിട്ടുണ്ട്. അന്നേരം വെരി സിമ്പിളാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഷാപ്പിൽ പോയൊന്നും തിന്നേണ്ട കാര്യമില്ലെന്നേ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ വെള്ളമില്ലാഞ്ഞിട്ട് ഒരു ഉടായ്പ പരിപാടി കാണിച്ചത്, നിങ്ങളെ കാണിച്ചില്ലെന്നേ. കുറച്ച് വെള്ളവും കൂടി ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇളക്കി കുറുക്കാക്കി എടുത്ത്, എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സവോള ഇട്ട് ഇന്നലെ വേവിച്ച് വെച്ചിരുന്ന കറി വെച്ചിരുന്ന നല്ല നെയ്മീൻ തേങ്ങ അരച്ച് വെച്ച്, എൻ്റെ നെയ്മീൻ എനിക്കിപ്പോഴും വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ അരച്ച നെയ്മീൻ കറിയും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ടൊരു പിടി പിടിച്ച്. അത് ഹസ്ബൻഡിൻ്റെ പ്ലേറ്റ് ആയിരുന്നു കേട്ടോ, ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാൻ തലയെ എടുക്കാറുള്ളൂ, എനിക്ക് മീനിൻ്റെ തലയാണ് ഇഷ്ടം. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ നാളെ ഞങ്ങൾ കപ്പ ബിരിയാണി തിന്നിട്ട്. കപ്പ ബിരിയാണി ബീഫിട്ട് വേണം ചെയ്യാൻ. ഞങ്ങളിത് ബീഫൊന്നും ഇന്ന് കിട്ടിയില്ലെന്നേ, ഞായറാഴ്ചയായിട്ട് ബീഫിന് പോയില്ല, മീനാണ് മേടിച്ചത്. അത് നല്ല നെയ്മീൻ, അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന്